ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വീഡിയോ ക്യാപ്ചർ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു ഇമേജ് എങ്ങനെ നമുക്ക് OpenCV-യിൽ ഓപ്പൺ ചെയ്യാമെന്നാണ്, ക്യാപ്ചർ ചെയ്ത് ഓപ്പൺ ചെയ്യാമെന്നാണ്. സോ ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാം. സോ വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി ഒരുപാട് ഇമേജുകൾ ചേർന്നിട്ടുള്ളതാണ്. നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് FPS അഥവാ ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു റേറ്റ് ഉണ്ടായിരിക്കും. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സെക്കൻഡിൽ എത്ര ഇമേജസ് ആണ് കാണിക്കുന്നത് എന്നാണ്. നോർമലി നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 24 FPS ആണ്. ഇതിനർത്ഥം ഒരു സെക്കൻഡിൽ 24 ഇമേജസ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്കതൊരു വീഡിയോ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് കൂടാതെ 24 കൂടാതെ നമുക്ക് 25, 30, 60, 120 അങ്ങനെ എത്ര FPS-ലുള്ള വീഡിയോ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ബേസിക്കലി വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഇമേജുകൾ ചേർന്നിട്ടുള്ളതാണ്. നമ്മുടെ OpenCV-യിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഇമേജും നമ്മളൊരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ഇമേജും ഓരോ ഫ്രെയിംസും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ വീഡിയോ ക്യാപ്ചറിൽ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്കൊരു വീഡിയോ ക്യാപ്ചർ ഒബ്ജക്റ്റ് ആണ്. സോ അതിന് നമുക്ക് ക്യാപ്പ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ക്യാപ്പ് നമ്മൾ cv.video capture എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ സോഴ്സ് ആണ്. ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ വീഡിയോ സോഴ്സ് ആണ്. നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്യാമറയായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുക. നമ്മൾ ഏതെങ്കിലും എക്സ്റ്റേണൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ 1, 2 ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്യാമറയും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിലെ തന്നെ വെബ്കാം ആണ്. അതുകൊണ്ട് നമ്മൾ 0 കൊടുക്കുന്നു. താഴെ വരുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. വൈൽ ട്രൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൂപ്പ് നമ്മൾ എൻഡ് ചെയ്യുന്നത് വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കും. അതിൽ നമുക്ക് ഈ വീഡിയോ ക്യാപ്ചർ ഒബ്ജക്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് 2 വേരിയബിൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും, 2 വാല്യൂ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ നമ്മൾ RET എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തത് നമ്മുടെ ഫ്രെയിം, നമ്മുടെ യഥാർത്ഥ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിന്നുള്ള ഒരു ഫ്രെയിമും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫ്രെയിം എന്ന് പറയുന്ന വേരിയബിളായിരിക്കും. അതിനുശേഷം നമ്മളിത് റീഡ് ചെയ്യുന്നു. cap.read എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചത് റീഡ് ചെയ്യുന്നു. നമ്മൾ കൊടുത്തതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഈ റിട്ടേൺ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ട്രൂ ആയിരിക്കും. ഈ ഫ്രെയിമിൽ നമ്മുടെ വീഡിയോയും ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ if not return, സോ ഈ റിട്ടേൺ ട്രൂ അല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കിവിടെ പ്രിൻറ്റ് cannot connect എന്ന് കൊടുക്കാം. cannot connect. അതിനുശേഷം നമ്മളത് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. ബ്രേക്ക് നമ്മുടെ റിട്ടേൺ ട്രൂ ആണെങ്കിൽ അഥവാ നമുക്ക് ക്യാമറയിൽ നിന്നുള്ള ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യിക്കണം. സോ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു cv.imshow എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് വിൻഡോ നെയിം ആണ്. സോ നമ്മളിവിടെ വീഡിയോ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇമേജ് നെയിം, ഇവിടെ നമ്മൾ വീഡിയോ നെയിമാണ്, അതായത് ഫ്രെയിമാണ്. സോ ഫ്രെയിം നെയിം നമ്മൾ ഫ്രെയിം എന്നായിരുന്നു കൊടുത്തിരുന്നത്, അതും കൊടുക്കുന്നു. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് നമ്മുടെ വീഡിയോ ഇങ്ങനെ ഷോ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു if സ്റ്റേറ്റ്മെൻറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. if cv.wait key, നമ്മൾ ഇമേജ് ഷോ ചെയ്യുന്നതിന് വേണ്ടി എൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ 0 എന്ന് പറയുന്ന വെയിറ്റ് കീ ആയിരുന്നു കൊടുത്തിരുന്നത്. വെയിറ്റ് കീ 0 ആയിരുന്നു. സോ നമുക്ക് തൽക്കാലം ഇത് ആവശ്യമില്ല. നമ്മളുടെ cv.wait key 1, അതായത് 1 millisecond ഈക്വൽ ടു ഓർഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മുടെ കീബോർഡിൽ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂണിക്കോഡ് കോഡായിരിക്കും അത് സേവ് ആവുന്നത്. നമ്മൾ ഓർഡ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ലെറ്റർ Q കൊടുക്കുന്നു. Q കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ Q എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ആവുകയുള്ളൂ. ബാക്കി ഏത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോക്ക് ഒന്നും സംഭവിക്കുന്നതായിരിക്കില്ല. സോ നമ്മൾ Q പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാപ്ടോപ്പിലെ ഇൻബിൽഡ് ആയിട്ടുള്ള ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, സോ നമ്മളിപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അത് ക്ലോസ് ആയില്ല. നമ്മൾ ഏത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊന്നും സംഭവിക്കില്ല. ഒരിക്കൽ നമ്മൾ കീബോർഡിൽ Q പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. സോ നമുക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ലെറ്റർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇമേജിന് മുകളിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോക്ക് മുകളിലും ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമുക്കിതിൻ്റെ കളർ ഗ്രേ ആക്കണമെങ്കിൽ, സോ നമ്മളിവിടെ താഴെ വരുന്നു. താഴെ വന്നതിന് ശേഷം നമ്മൾ ഗ്രേ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിനോട്ട് cv.cvt കളർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നു. ഇതിലോട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഒറിജിനൽ ഇമേജ് ആണ്, ഫ്രെയിം. അതിനുശേഷം നമ്മൾ ഇതിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. cv.pgr to ഗ്രേ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ താഴോട്ട് വരാം. നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഷോ ചെയ്യിക്കാം, ഈ ഒരു വീഡിയോയും കൂടി നമുക്ക് ഷോ ചെയ്യിക്കാം. നമ്മൾ വീഡിയോ 1 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഗ്രേ ആയിരുന്നു. ഗ്രേ കൊടുക്കുന്നു, സേവ് ചെയ്യാം.
അതുപോലെ വേണമെങ്കിൽ നമുക്കിതിനെ HSVയിലോട്ടും കൺവേർട്ട് ചെയ്യാം. താഴോട്ട് കോപ്പി ചെയ്യുന്നു, നമ്മളിവിടെ HSV എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മളിവിടെ ഫ്രെയിമാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ കളർ BGR to HSV ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതും നമുക്ക് ഷോ ചെയ്യിക്കാം. സോ വീഡിയോ 2. അതിനുശേഷം ഗ്രേക്ക് പകരം നമുക്ക് HSV കൊടുക്കാം. HSV കൊടുത്ത ശേഷം സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ്, ഇത് നമ്മുടെ ഗ്രേ കളർ ഇമേജ്, ഇത് നമ്മുടെ HSV ഇമേജ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ക്യാമറയിൽ നിന്നുള്ള ലൈവ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഇമേജിന് മുകളിൽ പഠിച്ച എല്ലാ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്കും നമുക്ക് ഇതിന് മുകളിലും ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി അതുപോലെ നമുക്ക് ഇതിന് മുകളിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ cv.putText എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. putText. സോ ഇതിനുള്ളിൽ നമ്മൾ ഈ സോഴ്സ് എന്ന് പറയുന്നത് ഫ്രെയിം കൊടുക്കാം, ഫ്രെയിം കോമ കൊടുക്കാം. അതിനുശേഷം ടെക്സ്റ്റ് നമുക്ക് OpenCV എന്ന് കൊടുക്കാം. OpenCV കോമ കൊടുത്ത ശേഷം നമുക്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ 100,100 കൊടുക്കാം. അതിനുശേഷം ഫോണ്ട് ഫേസ് നമുക്ക് ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫോണ്ട് സ്കെയിൽ നമുക്ക് 1 കൊടുക്കാം. അതുപോലെ കളർ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം, 000. അതുപോലെ അവസാനമായി നമുക്ക് തിക്നെസ് ഒരു 3 കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്യാമറയ്ക്ക് മുകളിൽ നമ്മൾ കൊടുത്ത ഒരു ടെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ടെക്സ്റ്റ് നമ്മൾ OpenCV എന്ന് കൊടുത്തിരുന്നു, ഒരു ടെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ലൈവ് വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് OpenCVയിൽ നമുക്ക് നമ്മുടെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. സോ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു വീഡിയോ ക്യാപ്ചർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ക്യാമറ ഇൻഡെക്സ് ആണ്. സോ ഇൻബിൽട്ട് ക്യാമറ ആണെങ്കിൽ നമ്മൾ 0 കൊടുക്കുന്നു. ഒന്നിൽ കൂടുതൽ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ 1, 2 അങ്ങനെ നമ്മുടെ ഇൻഡെക്സ് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഓരോ ഫ്രെയിമും ക്യാപ്ചർ ചെയ്ത ശേഷം നമ്മളിതുപോലെ ഷോ ചെയ്യിക്കുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് OpenCV ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ്.